morning. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഹെൽത്തി റെസിപ്പിയും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ രണ്ട് ഏത്തപ്പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ വളരെയധികം ഗുണങ്ങൾ നിറഞ്ഞ നല്ല പോഷകസമൃദ്ധമായ ഒരു ഇടിയപ്പം ഉണ്ടാക്കി കൊടുക്കാം. നമ്മുടെ ഏത്തപ്പഴം ഇടിയപ്പമാണ് നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഏത്തപ്പഴത്തിൻ്റെ ഗുണങ്ങളൊന്നും ഞാൻ ഒരുപാട് വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാം ഏത്തപ്പഴത്തിൻ്റെ ഗുണങ്ങളെല്ലാം. അപ്പോൾ എന്തായാലും ഏത്തപ്പഴം 2 കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഒന്ന് അടുപ്പത്ത് വെച്ച് ആവി കയറ്റി എടുത്തോളൂ. അതുപോലെ തന്നെ ഇടിയപ്പം ഉണ്ടാക്കിക്കോളൂ. അപ്പോൾ ഏത്തപ്പഴം ഇടിയപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കുക. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇതിൽ പഞ്ചസാര ചേർക്കാതെയാണ് കേട്ടോ ഈ ഇടിയപ്പം ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് മധുരം വേണം എന്നുണ്ടെങ്കിൽ, മധുരം ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്തിട്ട് തയ്യാറാക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഈ ഇടിയപ്പം സെർവ് ചെയ്യുമ്പോൾ മധുരത്തോടു കൂടി സെർവ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതും കൂടി നിങ്ങളൊന്ന് കേട്ടിട്ട് അതുപോലെ സെർവ് ചെയ്യൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഏത്തപ്പഴ ഇടിയപ്പം തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 2 പഴം ആവിയിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. ആവിയിൽ തന്നെ വേവിക്കുക കേട്ടോ. വെള്ളത്തിലിട്ട് വേവിച്ചിട്ടുണ്ടെങ്കിൽ പഴത്തിൻ്റെ ടേസ്റ്റ് കുറയും. അതുകൊണ്ട് ആവിയിൽ തന്നെ വേവിക്കുക. ഒരു 10 മിനിറ്റ് വേവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പഴുപ്പുള്ള പഴമാണെങ്കിൽ നന്നായിട്ട് വെന്ത് കിട്ടും. അതുപോലെ തന്നെ ഇത്രയും പഴുത്ത പഴം എടുക്കാൻ ശ്രദ്ധിക്കുക. ഈ ഒരു തൊലിയുടെ കളറൊക്കെ മാറി തുടങ്ങിയ പഴം എടുക്കുക കേട്ടോ. അപ്പോഴാണ് നമുക്ക് നല്ല ടേസ്റ്റുള്ള ഇടിയപ്പം കിട്ടുക. പിന്നെ ഞാനൊരു 1/4 കപ്പ് അരിപ്പൊടി, നമ്മുടെ പത്തിരിയുടെ അല്ലെങ്കിൽ ഇടിയപ്പത്തിൻ്റെ അപ്പത്തിൻ്റെ ഒക്കെ പാകത്തിൽ വറുത്തെടുത്ത അരിപ്പൊടി, അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കുമ്പോൾ അപ്പത്തിൻ്റെ പത്തിരിയുടെ പാകത്തിൽ വറുത്ത അരിപ്പൊടിയുടെ പാക്കറ്റ് നോക്കി വാങ്ങിക്കുക. പിന്നെ ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ടേസ്റ്റ് കൂടുതലായിരിക്കും. നമ്മുടെ തേങ്ങയാണ് 2-3 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ തേങ്ങ, അത് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് ചേർക്കാം. പിന്നെ വേണ്ടത് നെയ്യാണ്, 1 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ പഴം തൊലി മാറ്റിയിട്ട് ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ചേർക്കാം. നമുക്ക് എന്താണെന്ന് വെച്ചാൽ പഴം ഒന്ന് അരച്ചെടുക്കണം. ഞാനിതിപ്പോൾ വേവിച്ച പഴത്തിൻ്റെ ഉള്ളിൽ നിന്ന് സീഡ്സ് ഒന്ന് റിമൂവ് ചെയ്യാതെ അങ്ങനെ തന്നെ അരച്ചെടുക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് സീഡ്സ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് അരച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ അരച്ചെടുക്കാം. പിന്നെ നല്ല മധുരമുള്ള പഴമാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ പഞ്ചസാര ചേർക്കാതെയാണ് ഇടിയപ്പം ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1-2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം, അതിൽ കൂടുതൽ പഞ്ചസാര ചേർക്കണ്ട. അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കട്ടെ. നന്നായിട്ട് അരച്ചെടുക്കാം, വെള്ളം ചേർക്കരുത്, വെറുതെ പഴം മാത്രം അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പഴം എന്താ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. നമ്മൾ എത്ര പഴം എടുക്കുന്നു എന്നുള്ളതനുസരിച്ച് നമ്മുടെ അരിപ്പൊടിയുടെ അളവിൽ വ്യത്യാസം വരുത്തുക കേട്ടോ. ഈ പഴത്തിൻ്റെ പഴുപ്പനുസരിച്ച് നമുക്ക് അരിപ്പൊടി കുഴച്ചെടുക്കാൻ പറ്റും, വെള്ളം ചേർക്കാതെ തന്നെ. പിന്നെ നിങ്ങൾക്ക് കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ തിളപ്പിച്ച വെള്ളം ചേർത്തിട്ട് മാത്രം കുഴയ്ക്കുക. കുറച്ച് 1-2 ടീസ്പൂൺ തിളപ്പിച്ച വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക, പച്ചവെള്ളം ചേർത്ത് കുഴയ്ക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ പഴം അരച്ചെടുത്തതിലേക്ക് നമുക്കൊരു 1 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് അരിപ്പൊടിയാണ്. അരിപ്പൊടി കുറച്ചായിട്ട് ചേർത്തിട്ട് വേണം നമ്മൾ കുഴച്ചെടുക്കാനായിട്ട്. ഒരുമിച്ച് തന്നെ മുഴുവൻ അരിപ്പൊടിയും ചേർക്കരുത്. അരിപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക നമ്മുടെ ഇടിയപ്പത്തിൻ്റെ പാകത്തിൽ. അപ്പോൾ ഞാൻ പഴം ഇളം ചൂടോടുകൂടിയാണ് അരച്ചെടുത്തിട്ടുള്ളത്, നല്ല ചൂടോടെയല്ല, നന്നായിട്ട് ചൂട് മാറിയിട്ടുമല്ല. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിത് ഇടിയപ്പത്തിൻ്റെ പൊടിയുടെ ആ ഒരു മാവിൻ്റെ പാകത്തിൽ കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ മാവിൻ്റെ പാകത്തിൽ നമ്മൾ പൊടി കുഴച്ചെടുത്തിട്ടുണ്ട്, പഴവും ചേർത്ത്. അപ്പോൾ ഞാൻ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. ആ പഴത്തിൻ്റെ നനവിൽ തന്നെയാണ് പൊടി കുഴച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് ഇട്ടിട്ട് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങ ചേർത്തിട്ടാണ് പിഴിഞ്ഞെടുക്കാൻ പോകുന്നത്. തേങ്ങ ചേർത്തിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഡ്ഡലി തട്ടിൽ തേങ്ങ ഇട്ടിട്ടാണ് ഞാൻ പിഴിഞ്ഞെടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ തേങ്ങ ഒഴിവാക്കാം. അപ്പോൾ നമുക്കിത് ഫില്ല് ചെയ്തിട്ട് പിഴിയാം. അപ്പോൾ നമ്മൾ ഇടിയപ്പത്തിൻ്റെ അച്ചെടുത്തിട്ട് ഇടിയപ്പത്തിൻ്റെ ചില്ലിട്ടിട്ടുണ്ട്. ഏറ്റവും നേർത്ത് ചില്ലിട്ട് കൊടുക്കുക കേട്ടോ. ഏറ്റവും നൂല് പോലെയുള്ള ആ ഒരു ഇടിയപ്പമാണ് നമുക്ക് വേണ്ടത്. നിങ്ങളുടെ കയ്യിലുള്ള ഇടിയപ്പത്തിൻ്റെ അച്ചിൻ്റെ ഏറ്റവും നേർത്ത് ചില്ലിട്ട് കൊടുക്കുക. ഇനി നമുക്കിത് ഫില്ല് ചെയ്യാം. ഞാനിപ്പോൾ ചെറിയ അളവിലേ കാണിക്കുന്നുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു ക്വാണ്ടിറ്റി അല്ലേ നമ്മൾ പഴമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്ക് സാധാരണ ഇടിയപ്പം പിഴിയുന്നതിനേക്കാൾ കുറച്ച് തിക്നെസ് കുറച്ചിട്ട് പിഴിയാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൊടി തിളച്ച വെള്ളത്തിലല്ല കുഴച്ചിട്ടുള്ളത്, നമ്മുടെ
ആ പഴത്തിൻ്റെ ചൂടിലാണ് നമ്മൾ പൊടി കുഴച്ചിട്ടുള്ളത്. അപ്പോൾ കുറച്ച് വേവ് ഉണ്ടാവും ഇടിയപ്പത്തിന്. ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ വേവിച്ചെടുക്കണം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ. ആവി വന്നു കഴിഞ്ഞിട്ട് 10 മുതൽ 15 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഇഡ്ഡലി തട്ടിൽ തേങ്ങയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റീമറാണ്, പരന്ന തട്ടുകളാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഭംഗി ഉണ്ടാവും ചെറിയ തിക്നെസ്സിൽ ഇടിയപ്പം പിഴിഞ്ഞെടുക്കുമ്പോൾ. എൻ്റെ കയ്യിൽ ഇതുപോലെയുള്ള ഇഡ്ഡലി തട്ടായതുകൊണ്ട് ഇതിൽ കുറച്ച് കുഴിയോടുകൂടി ഓരോരോ ചെറിയ ചെറിയ ഇടിയപ്പമായിട്ടേ പിഴിഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പരന്ന തട്ടാണെങ്കിൽ കൂടുതൽ ഭംഗി ഉണ്ടാവും കേട്ടോ ഇടിയപ്പം പിഴിഞ്ഞെടുക്കുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള തട്ടുകളാണെങ്കിൽ നിങ്ങൾ അതിൽ ചെയ്യൂ. അപ്പോൾ ഞാൻ ഇതിൽ പിഴിഞ്ഞെടുക്കട്ടെ. ഞാൻ എന്താ ഇത്രയും ചെറിയ ഇടിയപ്പമായിട്ടാണ് പിഴിഞ്ഞെടുക്കുന്നത്. പിന്നെ ഇതിന് നല്ലൊരു സൈഡ് ഡിഷ് ഉണ്ട് കേട്ടോ. നമ്മുടെ തേങ്ങാപ്പാലും പഞ്ചസാരയും ചേർന്ന കോമ്പിനേഷൻ ഉണ്ടല്ലോ, അത് ഇതിന് നല്ലൊരു സൈഡ് ഡിഷാണ്. സൈഡ് ഡിഷൊന്നും വേണമെന്നില്ല, കുറച്ച് പഞ്ചസാര മാത്രം ചേർത്തിട്ടാണെങ്കിലും കഴിക്കാം. പക്ഷെ തേങ്ങാപ്പാലും പഞ്ചസാരയും ചേർന്നിട്ടുള്ളൊരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് കുട്ടികൾക്ക് പഞ്ചസാര ചേർത്തിട്ടോ അല്ലെങ്കിൽ തേങ്ങാപ്പാലും പഞ്ചസാരയും ചേർത്തിട്ടോ കൊടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ കൊടുത്താലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഇടിയപ്പം മുഴുവൻ നമ്മളതാ പിഴിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് ഒരു 15 മിനിറ്റ് ഞാനൊന്ന് ആവിയിൽ വേവിച്ചെടുക്കട്ടെ. ആവി വന്നു കഴിഞ്ഞിട്ടുള്ള സമയമാണ് 10 മുതൽ 15 മിനിറ്റ് വരെ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വലിയ ബർണറാണെന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് മതി, ചെറിയ ബർണറാണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റ് സമയം, അത്രയും സമയം വേവിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഇടിയപ്പം പുറത്തേക്ക് എടുത്തിട്ട് കാണാം. അപ്പോൾ നമ്മുടെ പഴം ഇടിയപ്പം എല്ലാം ദാ കുക്കായി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും പഞ്ചസാര ചേർത്തിട്ടാണോ അല്ലെങ്കിൽ തേങ്ങാപ്പാലും പഞ്ചസാരയും ചേർത്തിട്ടാണോ കഴിച്ചത് എന്നുള്ളത് നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ വെറുതെ ഈ ഒരു ഇടിയപ്പം കഴിക്കുക എന്ന് പറഞ്ഞാൽ ടേസ്റ്റാണ്, പക്ഷേ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവാനാണ് ഞാൻ തേങ്ങാപ്പാലും പഞ്ചസാരയും സജസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പഞ്ചസാര മാത്രം ചേർത്തിട്ട് കഴിക്കാൻ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടിയപ്പം എപ്പോഴും കഴിക്കുമ്പോൾ ഒന്നുകിൽ ഒരു കറി എല്ലാവരും കഴിക്കാറുണ്ട്, അല്ലെങ്കിൽ തേങ്ങാപ്പാലും പഞ്ചസാരയും ചേർത്ത് കഴിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു പഴം ഇടിയപ്പത്തിൻ്റെ കൂടെ നമുക്ക് കറി കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എല്ലാവരും എന്തായാലും ഈ ഒരു 2 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളിങ്ങനെ റെസിപ്പി ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്തിട്ട് ആ ഒരു അഭിപ്രായം ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് അതും കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.